നിങ്ങൾ ആരും ഇതുവരെയും ചെയ്ത് നോക്കാത്ത കപ്പയ്ക്ക വെച്ചൊരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ മീഡിയം സൈസിലുള്ള 2 കപ്പയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അത് തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിലുള്ള കുരുവെല്ലാം കഴിഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത്യാവശ്യം ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വലുപ്പത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. തീരെ നൈസായും പോകരുത്, ഒരുപാട് കട്ടിയായി പോകരുത്. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നീട് ആ ഒരു കുരു ഇരിക്കുന്ന ഭാഗത്ത് ഒരു പരുപരുത്ത ഭാഗം ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. എല്ലാം നല്ലതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പത്ത് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഈ കപ്പയ്ക്ക് അതിലേക്കിട്ട് ഒരു 1.5 മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അര വേവ് മാത്രമേ ആകാവൂ, എന്നാൽ പകുതിയെ കുക്കാവാവൂ. ഫുള്ളായിട്ട് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആയി വരത്തില്ല, നമുക്ക് വേറെ പായസം എന്തെങ്കിലും ആയിപ്പോവും. അര വേവായി കഴിയുന്ന സമയത്ത് നമ്മൾ കുറച്ച് പച്ചവെള്ളം കൂടി എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ വെന്ത കപ്പയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ആ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് കപ്പയ്ക്ക മാത്രമായിട്ട് എടുത്തുകൊണ്ട് വരണം. ഇനി ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഊറ്റിക്കൊണ്ട് വന്ന നമ്മൾ കപ്പയ്ക്കയിൽ മുഴുവൻ വെള്ളത്തിൻ്റെ അംശം നമുക്ക് കളയണം. ഇനി ഒരു ടവലെടുത്ത് നമ്മൾ കപ്പയ്ക്കയിലെ ബാക്കിയുള്ള വെള്ളത്തിൻ്റെ അംശം നല്ല രീതിയിൽ ഒപ്പിയെടുക്കാം. ഇനി ഇതെല്ലാം നല്ല രീതിയിൽ ഒപ്പിയെടുത്തിട്ട് വരാം. ഇപ്പോൾ എല്ലാത്തിൻ്റെയും വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല നമുക്ക് ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരി പെരി മസാല, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്. പിന്നീട് വേണ്ടുന്നത് ഏത് മസാലയിൽ എടുക്കുക, ചിക്കൻ മസാലയോ ബിരിയാണി മസാലയോ ഗരം മസാല ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് ചേർക്കുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ. കോൺഫ്ലവർ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ കോൺഫ്ലവർ നമ്മുടെ കപ്പയിൽ എല്ലായിടത്തും നല്ലതുപോലെ പിടിച്ചിരിക്കണം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ആയി കിട്ടാനായിട്ട്. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ എണ്ണ ചൂടാവാൻ വെക്കണം. നല്ല തിളച്ച എണ്ണയിലിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. തിളച്ച എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കുക. തിളച്ച എണ്ണ ആയിരിക്കണം, എന്നാലേ നമ്മൾ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. തിളച്ച എണ്ണയിലിട്ട് ഇട്ട് കൊടുത്ത് അന്നേരം തന്നെ നമ്മൾ തവി വെച്ച് ഇളക്കരുത്. ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇളക്കുക. അല്ലെങ്കിൽ നമ്മുടെ ആ മസാലയൊക്കെ എല്ലാം പോയി കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതിന് ശേഷം 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒട്ടും എണ്ണ കുടിക്കാത്ത ഒരു പലഹാരമാണ് കേട്ടോ. പലഹാരമല്ല, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്, കപ്പയ്ക്ക കൊണ്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ നമ്മുടെ കപ്പയ്ക്ക കൊണ്ടുള്ള ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേ രീതിയിലൊന്ന് വറുത്ത് കോരിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് മസാലയും കൂടെ ചേർക്കണം. നമ്മൾ നേരത്തെ ചേർത്ത മസാലകൾ തന്നെയാണ്. കുറച്ച് പെരി പെരി മസാല, ഇപ്പോൾ പെരി പെരി മസാലയ്ക്ക് പകരം ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാൻ പെരി പെരി മസാലയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് ലാസ്റ്റ് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരി ഇഷ്ടമുള്ളവർക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം, അല്ലാത്തവർക്ക് ഇത് മാറ്റാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ക്രിസ്പിനെസ് എത്രയാണെന്ന് ഞാനിപ്പോൾ കേൾപ്പിച്ച് തരാം. ഇത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് ക്രിസ്പിയാണെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ.